ഹലോ മക്കളെ, നമ്മളെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി സ്ഥിതവൈദ്യുതി എന്ന ചാപ്റ്ററിനകത്ത് ഏറ്റവും ആദ്യം വരുന്ന ഒരു ഏരിയ ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പല കുട്ടികളും തെറ്റിക്കാറുണ്ട്. അപ്പൊ ഇനി ആരും തെറ്റിക്കാൻ പാടില്ല, ശ്രദ്ധിച്ചോളൂ. നമുക്ക് എന്താ ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് എന്താണ്, ഒരു ഗ്ലാസ് റോഡ്, അവിടെ ഈ ഒരു ബ്ലൂ കളറിൽ ഒരു ഗ്ലാസ് റോഡാണെന്ന് വിചാരിക്കുക. ഈ യെല്ലോ കളറിൽ ഒരു സിൽക്ക്, സാധാ സിൽക്ക് ക്ലോത്ത് ഒക്കെ കണ്ടിട്ടില്ലേ, പട്ട് എന്നൊക്കെ പറയും അല്ലേ. അപ്പൊ ഈ ഗ്ലാസ് റോഡ് സിൽക്കും തമ്മിൽ ഉരസുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഗ്ലാസ് റോഡ് സിൽക്കിൽ ഇങ്ങനെ ഉരസുന്ന സമയത്ത് ഇവിടെ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു, കൈമാറ്റം ചെയ്യപ്പെടുന്നു. അപ്പൊ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന വസ്തുവിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺ ഗെയിൻ നേടുന്ന വസ്തുവിന് നെഗറ്റീവ് ചാർജും. അപ്പൊ ഈ ചിത്രത്തിലേക്ക് നോക്കുക, സിലിക്കിന് നെഗറ്റീവ് ചാർജാണ്, ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജാ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഗ്ലാസ് റോഡിന് എന്താണ്, ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു, അതുകൊണ്ട് പോസിറ്റീവ് ചാർജായി. സിലിക്കിന് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺ നേടുന്നു, അതുകൊണ്ട് ഏത് ചാർജായി, നെഗറ്റീവ് ചാർജായി മാറുന്നു എന്ന് ഓർത്ത് വയ്ക്കാം. ഇനി അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാ, ഇവിടെ വൂൾ കമ്പിളിയും എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ എബണൈറ്റ് എന്നൊരു റോഡ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ കമ്പിളിയിൽ എന്ത് ചെയ്യുന്നു, എബണൈറ്റ് റോഡ് ഇങ്ങനെ ഉരസുന്നു. ആ ഉരസുന്ന സമയത്ത് ഈ എബണൈറ്റ് റോഡിന് നെഗറ്റീവ് ചാർജാണ് വന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്, എബണൈറ്റ് റോഡ് ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് എബണൈറ്റ് റോഡ് ഏത് ചാർജായി മാറി, നെഗറ്റീവ് ചാർജായി മാറി. നേരെ നമ്മുടെ വൂൾ എന്ത് ചെയ്യുന്നു, കമ്പിളി എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു, അതുകൊണ്ട് കമ്പിളിക്ക് ഏത് ചാർജായി, പോസിറ്റീവ് ചാർജായി. അപ്പൊ ഇതേപോലത്തെ പരീക്ഷയ്ക്ക് നമുക്ക് NMMS എക്സാം ആയാലും നമ്മളെ ക്രിസ്മസ് എക്സാം ആയാലും ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, ഇങ്ങനത്തെ ഒരു ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. നമുക്ക് തന്നിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഗ്ലാസ് റോഡും സിൽക്കും, അതേപോലെ തന്നെ എബണൈറ്റും വൂളും, പിന്നെ റബ്ബർ റോഡും വൂളും ചിലപ്പോൾ നമുക്ക് തന്നേക്കാം. ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് വരും. അപ്പോൾ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ എന്താണ്, ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ ഉരസുന്ന സമയത്ത് ഗ്ലാസ് റോഡ് എന്ത് ചെയ്യുന്നു, ലോസ് ഇലക്ട്രോൺ അല്ലേ, ഗ്ലാസ് റോഡ് ലോസസ് ഇലക്ട്രോൺ, ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഗ്ലാസ് റോഡ് ഏത് ചാർജായി മാറുന്നു, പോസിറ്റീവ് ചാർജായി മാറുന്നു. അങ്ങനെയെങ്കിൽ സിലിക്കിന് ഇലക്ട്രോൺ നേടുന്നു, അപ്പോൾ സിലിക്ക് എന്ത് ചെയ്യുന്നു, നെഗറ്റീവ് ചാർജായി മാറുന്നു. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത് എബണൈറ്റും വൂളും തമ്മിൽ ഉരസി കഴിഞ്ഞാൽ വൂൾ ലോസസ് ഇലക്ട്രോൺ, കമ്പിളിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു, അതുകൊണ്ട് കമ്പിളി ഏത് ചാർജായി മാറുന്നു, പോസിറ്റീവ് ചാർജായി മാറുന്നു. നേരെ മറിച്ച് എബണൈറ്റിന് ഇലക്ട്രോൺ നേടുന്നു, അപ്പോൾ എബണൈറ്റ് എന്ത് ചെയ്യുന്നു, നെഗറ്റീവ് ചാർജായി മാറുന്നു. ഇനി ലാസ്റ്റ് വൺ, റബ്ബർ റോഡും വൂളും തമ്മിൽ ഉരസുന്നു. അപ്പോൾ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്, വൂൾ ലോസസ് ഇലക്ട്രോൺ, വൂൾ കമ്പിളിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു, അതുകൊണ്ട് കമ്പിളി ഏതായി, പോസിറ്റീവ് ചാർജായി മാറും. റബ്ബർ റോഡിന് ഇലക്ട്രോൺ നേടുന്നു, അതുകൊണ്ട് റബ്ബർ റോഡ് എന്താകുന്നു, നെഗറ്റീവ് ചാർജായി മാറുന്നു. അപ്പോൾ ഇത് നമ്മളെ NMMS എക്സാമും അതേപോലെ തന്നെ വരാനിരിക്കുന്ന ക്രിസ്മസ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈ ഒരു ടേബിൾ പഠിച്ചു വെക്കണം, അറിഞ്ഞു വെക്കണം, മാർക്ക് നേടണം.